ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചക്കക്കുരു കൊണ്ടുള്ള ഒരു പൊരിയാണ്. ചക്കക്കുരു പൊരിയാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് കുറച്ച് ചക്കക്കുരു ഞാനൊരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയെടുക്കാം. അപ്പോൾ ഞാനിത് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു കുക്കറിലോട്ട് മാറ്റാം. ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്കിത് മൂടി വെച്ച് സ്റ്റവ് ഓൺ ചെയ്ത് ഹൈ സ്പീഡ് തന്നെ ഇട്ട് വെച്ചിട്ടുണ്ട്. നമുക്കൊരു 4 വിസിലാവുന്നത് വരെ ഒന്ന് വെയിറ്റ്. നമ്മുടെ ചക്കക്കുരു വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് തീയെ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. ആവിയൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് തുറന്ന് ഒരു പാത്രത്തിലോട്ട് ഇതിൻ്റെ തൊലി ഒക്കെ നല്ലവണ്ണം പൊന്തി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിൻ്റെ തൊലി മാറ്റണം. ഉണ്ടാക്കി വന്നാൽ തുടങ്ങുന്ന നമുക്ക് ആ തൊലി നമുക്ക് കളയേണ്ടതില്ല. മുകളിലുള്ള തൊലി നമുക്ക് അതിന് ശേഷം നമുക്ക് ചാറിട്ട് ഒന്ന് ചതച്ചെടുക്കാം. നല്ലവണ്ണം അങ്ങനെ ഇതൊരു പാത്രത്തിലിട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിൻ്റെ ചൂട് പോയതിന് ശേഷം ഇതിൻ്റെ തൊലി ഒന്ന് എടുത്ത് മാറ്റാം. ഇത് ചൂട് പോയതിന് ശേഷം നമുക്ക് ഇത് മാറ്റിയെടുക്കാം. അതുവരെ ഒന്ന് ഹലോ ഗായ്സ്, അങ്ങനെ നമ്മുടെ ചക്കക്കുരു എല്ലാം പൊളിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ നേരത്തെ തൊലിയൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒഴിവാക്കേണ്ടതില്ല. ഇത് ഇങ്ങനെ തന്നെ നമുക്ക് ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ചിലർക്കൊന്നും ചക്കക്കുരു പറ്റത്തില്ല. ഗ്യാസ് പ്രോബ്ലം ഉള്ളവർക്ക് ഇത് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഈ കാപ്പി തൊലി ഉണ്ടല്ലോ, അത് കളയാതെ തന്നെ പൊടിച്ചെടുക്കാം. അത് ആ കാപ്പി തൊലി ഉള്ളത് കൊണ്ട് ഗ്യാസ് പ്രോബ്ലം ഉണ്ടാകും.
നിങ്ങൾ ഫുഡിലേക്ക്